മറ്റൊരു വാർത്ത അവിടെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് നീറ്റ് വിഷയത്തിൽ പ്രതിഷേധം ശക്തമാണ് എന്നതാണ്. വിഷയത്തിൽ യഥാർത്ഥ കാരണം വിശദീകരിക്കണമെന്ന ആവശ്യവുമായി ABVP രംഗത്ത് വന്നതോടെ കേന്ദ്രം കൂടുതൽ പ്രതിരോധത്തിലുമാണ്. പാർലമെന്റിലും പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചേക്കും. രാകേഷ്, അതാണല്ലോ, അതായത് ഈ സഭാ സമ്മേളനത്തിന്റെ തുടക്കം ഈ നീറ്റ് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പുകമറകൾ അവിടെ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തലവനെ മാറ്റി എന്നതുകൊണ്ടോ കാര്യങ്ങൾ ഫലപ്രദമാകുന്നില്ല. പുതിയ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്, CBI അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോഴും ഈ പരീക്ഷ എഴുതാൻ തുടർ അവസരം നൽകിയതിൽ പകുതി കുട്ടികൾ മാത്രമാണ് പരീക്ഷ എഴുതാൻ എത്തിയത് എന്നതൊരു ഭാഗത്ത്. രണ്ട്, നിരവധി കുട്ടികളുടെ പരീക്ഷാഫലം റദ്ദാക്കുമ്പോഴും അതിൻ്റെ കാരണം എന്ത് എന്ന് ഏജൻസി പറയുന്നില്ല. സ്വാഭാവികമായും വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ പാർലമെന്റിലും കാണാൻ സാധ്യതയില്ലേ? അഭിലാഷ്, ഈ പരീക്ഷകളുടെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം 4 പ്രധാനപ്പെട്ട പരീക്ഷകൾ ഇതിനോട് തന്നെ റദ്ദാക്കിയിരിക്കുന്നു. ഏതായാലും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. പ്രത്യേകിച്ച് വ്യാപം നിയമന തട്ടിപ്പുമായി താരതമ്യം പോലും നേതാക്കൾ നടത്തുകയുണ്ടായി. അപ്പോൾ സമരം ഇതിനോടകം തന്നെ സഭയ്ക്ക് പുറത്ത് ആരംഭിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഒപ്പം ഡൽഹിയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു. അപ്പോൾ ഇനി സഭ നടക്കുകയാണ്, സഭ സമ്മേളിക്കുകയാണ്. ഇപ്പോൾ ആദ്യ 2 ദിവസങ്ങളിൽ അത്തരമൊരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോകാനുള്ള സാധ്യതയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുന്നു എന്നതുകൊണ്ടാണ്. അതിനുശേഷം ഏതായാലും ആദ്യ ദിനങ്ങളിൽ തന്നെ നീറ്റ് വിഷയം അടക്കം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവരാനായിരിക്കും പ്രതിപക്ഷം നീക്കം. പക്ഷേ സർക്കാർ അതിനെ എങ്ങനെയായിരിക്കും നേരിടുക, അതിനെ അംഗീകരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ അറിയേണ്ട വിഷയമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ അത്തരമൊരു അടിയന്തര പ്രമേയമായി വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കമൊന്നും തന്നെ സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. വലിയ രീതിയിൽ ബഹളത്തിലേക്കൊക്കെ പോയിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ സാഹചര്യമല്ല നിലവിൽ സഭയിലുള്ളത്. സർക്കാരിന്റെ ഏതാണ്ട് അത്ര തന്നെ അംഗബലം പ്രതിപക്ഷ നിരക്കുന്നുണ്ട്, ഇന്ത്യ സഖ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സഭ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. ഇതിനൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു വിഷയം, റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിലേക്ക് കൂടി പ്രതിപക്ഷം കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അടിക്കടിയായി രാജ്യത്ത് റെയിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. ഏറ്റവും ഒടുവിലായുള്ളത് പശ്ചിമ ബംഗാളിലുണ്ടായ റെയിൽ അപകടമാണ്. ഒപ്പം ജമ്മു കശ്മീരിൽ ഭീകരാക്രമണം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. ആ വിഷയവും പ്രതിപക്ഷം ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. അഭിലാഷ്, ഇന്നത്തെ വാർത്ത